ഫാർമസിസ്റ്റ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഒരു സുവർണ അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. അതിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. സാംസൺസ് മെഡിക്കൽ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, CRE 2025 എയിംസ്, ESIC, ജിപ്മർ പോലുള്ള നാഷണൽ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോമൺ റിക്രൂട്ട്മെന്റ് എക്സാം വീണ്ടും വിളിച്ചിരിക്കുകയാണ്. 2025 ആദ്യം ഒരു എക്സാം നടന്നിരുന്നു. അതിനുശേഷം വീണ്ടും ഫാർമസിസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റു പോസ്റ്റുകളും ചേർത്ത് 300ഓളം പോസ്റ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഈ ഫെബ്രുവരിയിൽ നടന്നിരുന്ന എക്സാംസിൽ സാംസൺസ് മെഡിക്കൽ അക്കാഡമിയുടെ നയൻതാര അഭിമാനകരമായ ഒരു വിജയം കൈവരിച്ചിരിക്കുകയാണ്. 64ാം റാങ്ക്, നാഷണൽ ലെവലിൽ 64 റാങ്ക് നേടി ഇപ്പോൾ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എയിംസ് ഡൽഹിയിലെ പ്രവേശനം നേടാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഈ വിവരങ്ങൾ പറഞ്ഞു തരാൻ കമ്മിങ് ആയിട്ടുള്ള എയിംസ്, ESIC എക്സാംസിനെ പറ്റി, CRE 2025 എക്സാമിനെ പറ്റി പറയാൻ നയൻതാര തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. നയൻതാരയെ പറ്റി പറയുകയാണെങ്കിൽ GPAT കാലഘട്ടം മുതൽ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. സാംസൺസ് മെഡിക്കൽ അക്കാഡമിയുടെ സ്റ്റുഡന്റ് ആയിരുന്നു നയൻതാര. അതിനുശേഷം ഫാർമക്കോളജിയിൽ എംഫാം ചെയ്യുകയും ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ സാംസൺസ് മെഡിക്കൽ അക്കാഡമിയിൽ ഒരു ടീച്ചറായി വർക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ റാങ്ക് ഹോൾഡർ ഒക്കെ ക്രാഫ്റ്റ് ചെയ്ത നോട്ടുകളെ പറ്റിയും നിങ്ങൾക്ക് എങ്ങനെ ഈ ഏറ്റവും മികച്ച ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് എയിംസിലോ ESICയിലോ പ്രവേശനം നേടാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നയൻതാരയിൽ നിന്ന് തന്നെ കേൾക്കാം. വെൽക്കം നയൻതാര. താങ്ക് യു സർ. സോ സാറ് പറഞ്ഞ പോലെ കഴിഞ്ഞ CRE 2024 ഞാൻ അറ്റംപ്റ്റ് ചെയ്യലുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് നാഷണൽ റാങ്ക് 64 അക്വയർ ചെയ്യാനും പറ്റി. ഇപ്പം നടക്കുന്നത് ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകളാണ്. അതിൽ എനിക്ക് ഡൽഹി എയിംസ് ആണ് കിട്ടിയത്. അപ്പോൾ അതിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു, ബാക്കി പ്രൊസീജിയർ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ എക്സാം കഴിഞ്ഞു, ഇതിന്റെ പ്രൊസീജിയർ നടക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അടുത്ത CRE അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്, CRE 2025. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. സോ CRE എന്താണ്? പലർക്കുള്ള ഡൗട്ടാണ്. CRE എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ. അതായത് എയിംസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ആണിത്. അതായത് കണ്ടക്ടിങ് ബോഡി എയിംസ് ആണ്. പക്ഷേ ഇതിൽ ഇൻക്ലൂഡ് ആവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ESICകളുണ്ട്. അതുപോലെ തന്നെ എയിംസിന് തന്നെ ഡിഫറെന്റ് എയിംസ് പത്ന, അതുപോലെ പല ഡിഫറെന്റ് ആയിട്ടുള്ള എയിംസ്, അതുപോലെ ജിപ്മർ, പിന്നെ കുറച്ച് അതർ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം ഇങ്ങനത്തെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വേണ്ടിയിട്ട് എയിംസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ ആണ് CRE എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ അതിന്റെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞിട്ട് നമുക്കറിയാം, ഇപ്പൊ തന്നെ ഓൾറെഡി അതിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 12th ജൂലൈയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. 31st ജൂലൈ വരെ 5 മണി വരെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ടൈം അവർ തന്നിരിക്കുന്നത്. അതിൽ തന്നെ അവർ പറയുന്നു 7th ഓഗസ്റ്റ് ആകുമ്പോഴാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അവർ അപ്രൂവ് ചെയ്തു എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുക. ദെൻ നമുക്കറിയാം ഈ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്, CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പം ഇതിന്റെ എക്സാം ഡേറ്റ് അവർ ടെൻറ്റേറ്റീവായി തന്നിരിക്കുന്നത് 25 and 26 ആണ്. അപ്പോൾ ഈ 2 ദിവസങ്ങളിലായിരിക്കും ഈ എക്സാം വരുന്നത്. ഓക്കെ, ഇനി വേക്കൻസീസിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ CRE 2024 വെച്ച് നോക്കുമ്പോൾ CRE 2025 ഏകദേശം 300ഓളം, അതായത് എത്രയോ ഒരു ഇരട്ടി തന്നെ നമുക്ക് പറയാം, ഇരട്ടി തന്നെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ESICയിൽ 200ഓളം, മെയിൻലി നമ്മുടെ ESIC ഡൽഹിയിൽ ഒരു 108 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എയിംസുകളിലാണെങ്കിൽ 60ഓളം ഉണ്ട്. അതും ഡിഫറെന്റ് എയിംസ് ഋഷികേശ് 27ഓളം ഉണ്ട്. അതുപോലെ തന്നെ ഗുജറാത്തിൽ 30ഓളം ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് എയിംസിലായിട്ട് നല്ല രീതിയിൽ തന്നെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജിപ്മർ, ഈ കഴിഞ്ഞ ഈ CRE എക്സാമിൽ ജിപ്മർ ഇൻക്ലൂഡഡ് ആയിട്ടില്ല. ഈ CREയിലാണെങ്കിൽ ജിപ്മർ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതിൽ നമുക്ക് 5 വേക്കൻസി പറയുന്നുണ്ട്. ഇനി ഇത് കൂടാതെ വേറെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനായിട്ട് ഒരു 3 വേക്കൻസിയും കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് www.aimsexam.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് അതിൽ നമുക്ക് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഐക്കണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് കിട്ടും. ആദ്യം നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഈസി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ നിങ്ങൾ കൊടുക്കുന്ന എവറി ഡീറ്റെയിൽസ് അത് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള കറക്റ്റ് ആയിട്ടുള്ള പേരുകളാണെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിലും പിന്നെ പാരൻസിന്റെ പേരാണെങ്കിലും എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ളതുപോലെ തന്നെ ആയിരിക്കണം. കാരണം അവർ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഏജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഡിഫറെന്റ് ആയിട്ടാണ് നമുക്ക് ഏജ് പറഞ്ഞത്. പക്ഷെ അതിലൊക്കെ തന്നെ റിലാക്സേഷൻ തരുന്നുണ്ട്. മെയിൻലി SC ST ആണെങ്കിൽ 5 years റിലാക്സേഷൻ തരുന്നു.
OBC ആണെങ്കിൽ 3 years, അതിൽ തന്നെ PWD ആണെങ്കിൽ 10 years ഉണ്ട്. പിന്നെ എക്സ് സർവീസ് മെൻ ഒക്കെ ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് അതൊക്കെ നോട്ടിഫിക്കേഷനിൽ ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട്. ഇനി നിങ്ങളിപ്പം ഇത് ഏതെങ്കിലും കാറ്റഗറി വൈസ് ആണ്, ഇപ്പോൾ OBC അല്ലെങ്കിൽ SC/ST വൈസ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് പേർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ അത് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അത് ഞങ്ങളുടെ ഈ അനക്സിൽ, ഈ നോട്ടിഫിക്കേഷന് താഴെ അനക്സിൽ തന്നെ ആ ഡോക്യുമെന്റ്സും തന്നിട്ടുണ്ട്. അതിൽ തന്നെ ആ ഡോക്യുമെന്റ് തന്നെ നിങ്ങൾ ഫിൽ ചെയ്ത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് വാട്ട്സ് റിക്വയർഡ്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ ഫീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജനറലും OBC കാൻഡിഡേറ്റ്സിന് 3000 rupees ആണ്. SC/ST അതുപോലെ EWS കാറ്റഗറിക്ക് 2400 ആണ്. പിന്നെ പേഴ്സൺസ് ഡിസബിലിറ്റീസ് ആണെങ്കിൽ അവർക്ക് ഫീസിൽ എക്സ്റ്റൻഷൻ ഉണ്ട്. ഓക്കെ, ദെൻ എക്സാമിനേഷൻ സെന്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു സെൻട്രൽ ബോഡി, അത് എയിംസ് കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റീസിലും അതുപോലെ സ്റ്റേറ്റുകളിലും എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ടാകും. കഴിഞ്ഞ വർഷം CRE 2024 നമുക്ക് ആലുവയിൽ സെന്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എത്രത്തോളം ആപ്ലിക്കേഷൻസ് വരുന്നു അതിനനുസരിച്ചായിരിക്കും അവർ സിറ്റി അലോട്ട് ചെയ്യുക, അല്ലെങ്കിൽ സിറ്റി എക്സാമിനേഷൻ സെന്റർ വെക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അഡ്മിറ്റ് കാർഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ നോർമലി നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് എപ്പോഴാണോ അതിൻ്റെ ഒരു 3 days ബിഫോർ നമുക്ക് അഡ്മിറ്റ് കാർഡ് അവർ റിലീസ് ചെയ്യും. അതിലും ഒരു 7 days ബിഫോർ നമുക്ക് സിറ്റി ചെയ്താണ് എവിടെയാണ് നമ്മുടെ എക്സാമിനേഷൻ സെന്റർ എന്ന് അവർ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഈ ഇപ്പോൾ അവർ 25 and 26 ആണ് ടെൻഡേറ്റീവ് എന്ന ഡേറ്റ് പറഞ്ഞെങ്കിലും അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പം അതും അവർ നോർമലി പറയും, ലൈക്ക് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി എക്സാമിനേഷൻ പാറ്റേണിന്റെ കാര്യം പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. നമ്മുടെ ഡ്യൂറേഷൻ വരുന്നത് 90 minutes ആണ്. അതിൽ 100 questions ഉണ്ടാകും. ഓരോ ക്വസ്റ്റ്യൻസിനും 4 മാർക്ക് വീതമായിരിക്കും. അപ്പോൾ ടോട്ടൽ 400 മാർക്സ് ആണ് ഉണ്ടാവുക. അതിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. അതായത് ഒന്ന് തെറ്റിപ്പോയാൽ നമുക്ക് 1/4 മാർക്ക് റെഡ്യൂസ് ചെയ്യും. ദെൻ എക്സാമിന്റെ സെക്ഷൻ നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം പോലെയല്ല, ഇതിന് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ഈ 100 questions 5 സെക്ഷൻസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓരോ സെക്ഷനിലും 18 മിനിറ്റും അതിൽ 20 questions വീതമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഒരു സെക്ഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൽ 20 questions ഉണ്ടാകും ഫോർ 18 minutes. ഈ 20 question നമ്മൾ ആ 18 മിനിറ്റ് കൊണ്ട് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഈ 18 minutes കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ ആകും. പിന്നെ നമുക്ക് ഈ ബാക്കോട്ടേക്ക് പോയിട്ട് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സോ നമുക്ക് ആ ഒരു 18 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ടൈം കറക്റ്റായിട്ട് നമ്മളത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ സിലബസ് എന്ന് പറയുന്നത് നോർമലി ഇപ്പം എല്ലാ സ്ഥലത്തും ഡിപ്ലോമയും ഡിഗ്രിയും ആണ് കാണുന്നത്. അപ്പം അതിൽ എയിംസിൽ ഡിപ്ലോമയും അതുപോലെ തന്നെ ESIC-കളിലും ജിപ്മറിലും ഡിപ്ലോമയും ഡിഗ്രിയും പറ്റും, ക്വാളിഫിക്കേഷൻസ് ഒക്കെ. അപ്പം നമുക്ക് രണ്ടും ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഡിപ്ലോമ ലെവലായിരിക്കും സിലബസ് വരാനുള്ള സാധ്യത. അപ്പം ഇതിൽ വരുന്നത് നമുക്ക് 20 മാർക്കിന് നമ്മൾ പറഞ്ഞു 100 questions ആണ്. അതിൽ 20 MCQs, ജനറൽ നോളേജും ആപ്റ്റിറ്റ്യൂഡും അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡും ആയിരിക്കും. ബാക്കിയുള്ള 80 ആണ് നമ്മുടെ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആക്ച്വലി കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് ഒരു 80 questions ആയിരിക്കും. അതാണ് നമ്മുടെ സിലബസ് ബേസ്ഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കുറച്ചും കൂടി ഈസിയാണ്. അതായത് ഭയങ്കര ഇൻഡെപ്റ്റ് ആയിട്ടല്ല, നമുക്ക് ഈ സിലബസ് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, എക്സാം ഓഗസ്റ്റിലാണ് വരുന്നത്, ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. പിന്നെ 80 questions ഫാർമസി, ബാക്കി 20ലാണ് എല്ലാവർക്കും ഡൗട്ട് വരുന്നത്. ജനറൽ നോളേജ് ആണ്, ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. പക്ഷെ അത് അധികം ടെൻഷൻ ആവാണ്ടാന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ റീസെന്റ് ആയിട്ടില്ല, അതായത് ഫെബ്രുവരി എക്സാം നടന്നപ്പോൾ ജാനുവരി നമുക്ക് റിപ്പബ്ലിക്കേക്ക് നടന്ന കാര്യങ്ങൾ അങ്ങനത്തെ റിഗാർഡഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് ആണ് കൂടുതൽ ചോദിച്ചത്. അപ്പം ഇന്ന് തന്നെ പേപ്പർ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുവിധം ആൻസേഴ്സ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് കമ്പ്യൂട്ടർ അത് ഈസി ആയിട്ടുള്ള നമ്മൾ ഫോക്കസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളേ ഉള്ളൂ. പാനിക് ആവാതെ. പിന്നെ ടൈം ഇസ് ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് 18 minutes നമുക്ക് കിട്ടുന്നുള്ളൂ ഓരോ സെക്ഷനും. അപ്പോൾ ആ ഒരു 18 minutes കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. ആ ഒരു ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം അതാണ് മെയിൻലി നമ്മുടെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ സാംസങ് അലയൻസ് അക്കാഡമി നമ്മൾ ഈ CRE 2025 ഒരു ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ഉണ്ടാകുന്നത് എല്ലാത്തിൻ്റെയും തന്നെ നമ്മൾ ഈ ഡിപ്ലോമ ബേസ്ഡ് ആണെന്ന് പറഞ്ഞ സിലബസ്, അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഓരോ ടോപ്പിക്കിനുള്ള ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ട്. അതിൻ്റെ തന്നെ notes അവൈലബിൾ ആണ്. പിന്നെ എല്ലാത്തിനും തന്നെ നമുക്ക് ടെസ്റ്റുകളുണ്ട്. മോക്ക് ടെസ്റ്റ് ആണെങ്കിലും ഉണ്ടാകും, അതുപോലെ ടോപ്പിക് വൈസ് ടെസ്റ്റും ഉണ്ടാകും. പിന്നെ നോൺ ഫാർമർ ടോപ്പിക്സ്, അതായത് ഇപ്പോൾ ഈ മാത്സിലാണെങ്കിലും അല്ലാണ്ട് കുറച്ച് കറണ്ട് ആയിട്ടുള്ള GK ഒക്കെ ആണെങ്കിലും നമ്മൾ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ പ്രീവിയസ് ഡേ ക്വസ്റ്റ്യൻസും. ഇത്രയാണ് നമ്മുടെ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ടു ഫോർ 1999. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഓൾ.